ഡൊണാൾഡ് ട്രംപ് രണ്ടാം ഊഴത്തിൽ അധികാരത്തിലെത്തി ചെയ്ത ഏറ്റവും വലിയ അബദ്ധം എന്താണെന്നോ? ഗസ വിഷയത്തിൽ തിടുക്കത്തിൽ നടത്തിയ പ്രഖ്യാപനങ്ങളാണ്. അതിന്റെ ഫലം ഗസയിൽ അമേരിക്കയ്ക്ക് എന്ത് കാര്യമെന്ന് ലോകം ചോദിച്ചു തുടങ്ങി. പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾ. മാത്രമല്ല, അറബ് രാജ്യങ്ങൾ തമ്മിലൊരു കൂട്ടായ്മ പോലും രൂപപ്പെട്ടു. സൗദി അറേബ്യയെപ്പോലെ യുഎസിനോടും ഇസ്രയേലിനോടും അനുഭാവ സമീപനം സ്വീകരിച്ചിരുന്ന രാജ്യങ്ങൾ പോലും പരസ്യമായി രംഗത്തുവന്നു. മാത്രമല്ല, ഗസയിൽ ഒരു ബദൽ പദ്ധതിയും അവർ രൂപപ്പെടുത്തി. ഗസയുടെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ നീക്കം പ്രതിരോധിക്കാൻ അറബ് രാജ്യങ്ങൾ യോഗം ചേരുന്നു. സൗദിയിലാണ് നിർണായക യോഗം. അറബ് ലീഗ് രാജ്യങ്ങൾക്കൊപ്പം ചർച്ചയിൽ ഈജിപ്തും ജോർദാനും പങ്കെടുക്കും. യുദ്ധത്തിൽ തകർന്ന ഗസയെ ഭരിക്കേണ്ടതാര്, പുനർനിർമ്മാണം തുടങ്ങിയവ ചർച്ചയാകും. ധനസഹായവും ചർച്ചയിൽ കടന്നുവരും. ഫലസ്തീൻ വിഷയത്തിൽ ഏറ്റവും നിർണായകമായ ചർച്ചയാണിതെന്നാണ് സൗദി വ്യക്തമാക്കിയിരിക്കുന്നത്. ട്രംപിന്റെ ഗസ പദ്ധതിക്ക് ബദലായ പുനർനിർമ്മാണ പദ്ധതിയാണ് അറബ് രാജ്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഗൾഫ് കോർപ്പറേഷൻ കൗൺസിലിലെ 6 രാജ്യങ്ങൾക്കൊപ്പം ഈജിപ്തും ജോർദാനും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. മാർച്ച് 4-ന് ഈജിപ്തിൽ അറബ് ലീഗിന്റെ അടിയന്തര ഉച്ചകോടി വിളിച്ചിട്ടുണ്ട്. റിയാദിൽ നടക്കുന്ന അനൌദ്യോഗിക യോഗത്തിലെ തീരുമാനങ്ങൾ മാർച്ച് 4-ലെ ഉച്ചകോടിയുടെ അജണ്ടയിൽ ഉൾപ്പെടുത്തും. അറബ് രാജ്യങ്ങളുടെ യോഗം നിർണായകമാണെന്നാണ് വിലയിരുത്തൽ. ശാക്തിക ചേരികൾ മാറിമറിയുന്നതിലേക്ക് ഇത് നയിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. യുഎസും ഇസ്രയേലും ഒറ്റപ്പെടുന്നതിലേക്കും ഇത് വഴിയൊരുക്കും. യൂറോപ്യൻ യൂണിയനും നാറ്റോയ്ക്കും യുഎസിനോട് മമത കുറയുന്നു. ട്രംപിന്റെ നിലപാട് തന്നെയാണ് ഇതിന് കാരണം. ഗസ വിഷയത്തിൽ യുഎസും ഇസ്രയേലും ഒറ്റപ്പെടും എന്ന വിലയിരുത്തലുമുണ്ട്. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ശേഷം നിരവധി തവണ ഇസ്രായേൽ കരാർ ലംഘനം നടത്തി. ഇതിൽ പ്രകോപിതരായി ഹമാസ് കരാറിൽ നിന്ന് പിന്മാറുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. കരാറിന്റെ ഭാഗമായി ഇസ്രായേൽ ബന്ദികളെ ഘട്ടം ഘട്ടമായി ഹമാസ് മോചിപ്പിച്ചു. തിരിച്ച് ഇസ്രയേലിന്റെ കസ്റ്റഡിയിലുള്ള പലസ്തീൻ പൗരന്മാരെ മോചിപ്പിക്കുകയും ചെയ്തു. ട്രംപിന്റെ ഗസ ഏറ്റെടുക്കൽ പ്രഖ്യാപനം ഉയർത്തിയ വിവാദ കൊടുങ്കാറ്റിനിടയിൽ വലിയൊരു ഓഫർ ഇസ്രയേലിന് മുന്നിൽ വച്ചിരിക്കുകയാണ് ഹമാസ്. അവശേഷിക്കുന്ന എല്ലാ ബന്ദികളെയും മോചിപ്പിക്കാമെന്ന ഓഫറാണ് ഹമാസ് മുന്നോട്ട് വയ്ക്കുന്നത്. വെടിനിർത്തൽ കരാറിന്റെ 2ാം ഘട്ടത്തിൽ ഒരുമിച്ച് ബാക്കിയുള്ള ബന്ദികളെ മോചിപ്പിക്കാമെന്നാണ് ഹമാസ് പറയുന്നത്. പകരം ഇസ്രായേൽ സേനയെ പൂർണ്ണമായും ഗസയിൽ നിന്ന് പിൻവലിക്കണം. ഒപ്പം ഗസയിൽ സ്ഥിരമായ വെടിനിർത്തലിനും ഇസ്രയേൽ തയ്യാറാവണം. ഹമാസിന്റെ ഓഫർ ഇസ്രയേൽ സ്വീകരിക്കുമോ? ലോകം ഉറ്റുനോക്കുന്നത് അതിലേക്കാണ്. ഹമാസിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുമെന്നാണ് ഇസ്രയേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹമാസിന്റെ ഓഫർ യുദ്ധത്തിന്റെ ഗതി മാറ്റുമോ എന്നാണ് ലോകം നിരീക്ഷിക്കുന്നത്. യുദ്ധം വീണ്ടും ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഹമാസ് പുതിയ ഓഫർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഹമാസിന്റെ അപ്രതീക്ഷിത നീക്കത്തിൽ ഇസ്രയേൽ ആശയക്കുഴപ്പത്തിലാണോ? റിപ്പോർട്ടുകൾ പറയുന്നത് അങ്ങനെയാണ്. പ്രപ്പോസൽ മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചതായി ഹമാസ് വക്താവ് താഹിർ അൽ നുനു അറിയിച്ചതായി AFP റിപ്പോർട്ട് ചെയ്യുന്നു. 59 ഇസ്രായേൽ ബന്ദികളെയാണ് ഇനി മോചിപ്പിക്കാനുള്ളത്. 35 ബന്ദികളുടെ ജീവൻ നഷ്ടമായി. വരും ദിവസങ്ങളിൽ വെടിനിർത്തൽ കരാർ തുടരുന്നതിനുള്ള ചർച്ചകൾ തുടങ്ങുമെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി അറിയിച്ചു. അതിനിടെ ഗസയെ തകർന്ന ഭൂമിയാക്കി നിലനിർത്തിക്കൊണ്ട് ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിൽ ജൂത കുടിയേറ്റം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണെന്നാണ് ഇസ്രായേലെന്ന് റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു. ജൂത കുടിയേറ്റക്കാർക്ക് 1000-ഓളം പുതിയ വീടുകൾ നിർമ്മിക്കാനാണ് ശ്രമം. വെസ്റ്റ് ബാങ്കിൽ ഇതിനകം 100-ലേറെ കുടിയേറ്റ മേഖലകൾ ഇസ്രയേൽ നിർമ്മിച്ചിട്ടുണ്ട്. ചെറിയ ടൗണുകളും ഭവന സമുച്ചയങ്ങളും ഷോപ്പിംഗ് മാളുകളും പാർക്കുകളും ഉൾപ്പെടുന്നതാണ് ഇസ്രയേൽ കുടിയേറ്റ മേഖലകൾ. ഇപ്പോൾ തന്നെ 30 ലക്ഷത്തോളം പലസ്തീനികൾ കഴിയുന്ന അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ 5 ലക്ഷത്തിലേറെ ജൂത കുടിയേറ്റക്കാരുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്വപ്നത്തിലെ ഭാവി ഗസയുടെ ചിത്രങ്ങളും ഇസ്രയേൽ പുറത്തുവിട്ടിരുന്നു. അമ്പരചുംബികളായ ആഡംബര സൗധങ്ങളും ഹോളിഡേ റിസോർട്ടുകളും നിറയെ യാട്ടുകളും എല്ലാം ഇവിടെ ഉണ്ടാകും. കൂടാതെ ദൈവവിശ്വാസികൾക്ക് പ്രാർത്ഥിക്കാൻ മോസ്കും പള്ളിയും സിനഗോഗുമുണ്ട്. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചാണ് ഭാവിയിലെ ഗാസയുടെ ദൃശ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഗാസയെ മധ്യപൂർവ്വദേശത്തെ സ്വപ്നഭൂമിയാക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചത് വലിയ കോളിളക്കം സൃഷ്ടിച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്ക സന്ദർശിച്ച വേളയിൽ വൈറ്റ് ഹൗസിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പുതിയ നഗരനിർമ്മാണത്തിനായി $500 ബില്യൺ ചെലവ് വരും. ഗാസ 2035 എന്നാണ് ഈ പ്രോജക്റ്റിന് പേരിട്ടിരിക്കുന്നത്. കൂറ്റൻ കെട്ടിടങ്ങൾക്കൊപ്പം തന്നെ 132 കിലോമീറ്റർ റെയിൽവേ ലൈനും പ്രോജക്റ്റിൽ പറയുന്നുണ്ട്. ഗാസയെ പ്രതിസന്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് നയിക്കാൻ ഈ പദ്ധതി ഏറെ സഹായകമാകുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്.